ഇക്കഴിഞ്ഞ റോഡിൽ സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ സർക്കാരിനെതിരെ കോടതി. റോഡിൽ എങ്ങനെയാണ് സ്റ്റേജ് കെട്ടിയതെന്ന കോടതിയുടെ ചോദ്യം. റോഡ് കുത്തിപ്പൊളിച്ചെങ്കിൽ കേസ് വേറെയെന്നും കോടതി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴി തടഞ്ഞാണ് ജോയിന്റ് കൗൺസിൽ സമരം നടത്തിയതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നടപ്പാതയിലായാലും റോഡിലായാലും താൽക്കാലിക സ്റ്റേജുകൾ നിർമ്മിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു. കൊച്ചി കോർപ്പറേഷന് മുന്നിലുള്ള നടപ്പാത പലപ്പോഴും സമരക്കാരുടെ കയ്യിലാണെന്നും ഹൈക്കോടതിയുടെ വിമർശനം. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ എന്താണ്? വീണ, ഈ വഞ്ചിയൂരിൽ CPM റോഡ് തടഞ്ഞുകൊണ്ട് ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിൽ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി വീണ്ടും വിമർശന രൂപേണ ഈ പോലീസിന് നേരെ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് DGP കഴിഞ്ഞ ദിവസം തന്നെ ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്തിരുന്നു. അതായത് ഈ റോഡ് തടഞ്ഞുകൊണ്ടുള്ള ഈ വഞ്ചിയൂരിലെ സമ്മേളനത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതി നൽകിയ റിപ്പോർട്ട്. അത് മാത്രമല്ല, 2012 തന്നെ ഈ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള റോഡ് തടഞ്ഞുകൊണ്ടുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ അതിന് അനുമതി നൽകരുത് എന്നുള്ള ഒരു സർക്കുലർ, പൊതുവായിട്ടുള്ള സർക്കുലർ ഇറക്കിയിരുന്നു. വഞ്ചിയൂരിൽ ഈ ഒരു സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ താൻ ഇടപെട്ടുവെന്നും തിരുവനന്തപുരം കമ്മീഷൻ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവത്തിൽ കേസെടുത്തുവെന്നുമാണ് DGP ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ട്. അത് മാത്രമല്ല, വഞ്ചിയൂരിലെ ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെ ജോയിന്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റിൽ വഴി തടഞ്ഞുകൊണ്ട് സമരം നടത്തിയിരുന്നു. ആ സംഭവത്തിലും കേസെടുത്തുവെന്നാണ് DGP ഹൈക്കോടതിയെ അറിയിച്ചത്. ഈ വിഷയത്തിൽ ഈ കോടതിയലക്ഷ്യ ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി വീണ്ടും ചില ചോദ്യങ്ങളും ഒപ്പം തന്നെ വിമർശനവും നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ സ്റ്റേജ് നിർമ്മിച്ചത്, ഈ റോഡിൽ തന്നെയാണ് സ്റ്റേജ് ഈ ഏരിയ സമ്മേളനത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചത്. ആ സ്റ്റേജ് എങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്, അതിന്റെ കാല് നാട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? സാധാരണ രീതിയിൽ സ്റ്റേജിന്റെ കാല് നാട്ടണമെങ്കിൽ റോഡ് കുഴിക്കണം. അങ്ങനെ റോഡ് കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള വകുപ്പുകൾ ചേർക്കുമെന്നാണ്, അല്ലെങ്കിൽ ചേർക്കേണ്ടി വരുമെന്നാണ് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കോടതിക്ക് അറിയാമെന്ന് ഡിവിഷൻ ബെഞ്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്നുള്ളൊരു ചോദ്യം കൂടി ഹൈക്കോടതി ഇന്ന് ആവർത്തിച്ച സാഹചര്യം കൂടിയുണ്ട്. അത് മാത്രമല്ല, ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവരടക്കം, അല്ലെങ്കിൽ അതിന്റെ സംഘാടക സമിതി അടക്കം ഈ ഒരു നിയമം ലംഘിച്ചതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും കോടതിയലക്ഷ്യ ഹർജി അത് ഭേദഗതി വരുത്താൻ വേണ്ടിയിട്ട് നിലവിൽ ഹർജിക്കാരന് അനുമതി കൊടുത്തുകൊണ്ട് മറ്റന്നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ റോഡ് കുഴിച്ചിട്ടാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചതെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റ് കൂടുതൽ ശക്തമായിട്ടുള്ള വകുപ്പുകൾ ചേർക്കേണ്ടി വരുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേസ് വേറെയാണെന്നായിരുന്നു ഹൈക്കോടതിയുടെ വാക്കാലുള്ള പരാമർശം. എന്തായാലും DGP നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മേലാൽ ഇത് ആവർത്തിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. കൊച്ചിയിലും സമാനമായിട്ടുള്ള രീതിയിൽ വഴി തടഞ്ഞുകൊണ്ടുള്ള സമരങ്ങൾ ഉണ്ട് എന്നുള്ള പരാമർശവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷന് മുന്നിൽ സമരക്കാർ ഈ വഴികൾ കയ്യേറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടെന്നും ഈ വഴി തടഞ്ഞുകൊണ്ടുള്ള സമരം നിരവധി അവിടെ നടക്കുന്നുണ്ടെന്നും ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്തായാലും കൊച്ചി കോർപ്പറേഷന് മുന്നിൽ നേരത്തെ കോൺഗ്രസ് ഒരു പ്രതിഷേധ നാടകം റോഡ് തടഞ്ഞുകൊണ്ട് ഇക്കഴിഞ്ഞ 11-ാം തീയതി നടത്തിയിരുന്നു. അതിലും കേസെടുത്തതായിട്ടാണ് DGP രേഖാമൂലം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനം റോഡ് തടഞ്ഞുകൊണ്ട് നടത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി നിശ്ചിത ഭാഷയിലുള്ള വിമർശനം പോലീസിന് നേരെയും സർക്കാരിന് നേരെയും ഉന്നയിച്ചിട്ടുള്ളത്. ഈ വിഷയം വലിയ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നാണ് കോടതി മുന്നറിയിപ്പ് നൽകിയത്. അത് മാത്രമല്ല, ഈ കോടതിയലക്ഷ്യ കേസ് എടുക്കുമ്പോൾ എങ്ങനെ കുറ്റം ചുമത്തണമെന്നുള്ള ഒരു കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനായിട്ട് മറ്റന്നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വീണ. ശരി രേഷ്മ.